ഹായ് നമസ്കാരം. ഡിജി പിൻ, നമ്മുടെ പോസ്റ്റൽ പിൻകോഡ് കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഏത് സ്ഥലത്താണുള്ളതെന്ന് അറിയാനായിട്ട് പല ഫോമുകളും ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പിൻകോഡ് കൊടുക്കാറുണ്ട്. കത്തെഴുതുമ്പോൾ മാത്രമൊന്നുമല്ല, കൊറിയർ സർവീസിന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എത്തുന്നതിന് നമുക്ക് നമ്മുടെ ഏരിയയിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമോ എന്നറിയാനായിട്ട് പല ഓൺലൈൻ സെയിൽസ് പോർട്ടലുകളും നമ്മുടെ പിൻകോഡ് അന്വേഷിക്കാറുണ്ട്. അത് ഒരു വലിയ റീജിയണിൽ നമ്മൾ ഉണ്ട് എന്നറിയിക്കുന്നതിന് ഇപ്പം പിൻകോഡ്, ഞാൻ കൊരട്ടിയുടെ പിൻകോഡ് പറഞ്ഞാൽ കൊരട്ടി പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ ഉള്ള ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന് മനസ്സിലാവും. അതൊരിക്കലും ഒരു പ്രിസൈസ് ഡിഫൈൻഡ് ലൊക്കേഷൻ തരുന്നില്ല. എന്നാൽ ഡിജി പിൻ എന്ന് പറഞ്ഞ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പിൻകോഡുണ്ട്. അത് വളരെ പ്രിസൈസാണ്. 4 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലുമുള്ള ഏരിയകളായിട്ട് ഇന്ത്യയെ മുഴുവനും ഡിവൈഡ് ചെയ്ത് മെട്രിക്സ് ആക്കിയിട്ടുണ്ട്. കൃത്യമായി നമ്മുടെ വീടിരിക്കുന്ന ലൊക്കേഷനിലിരുന്ന് ഒരു ഡിജി പിൻ ഉണ്ടാക്കിയിട്ട് അത് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് നമ്മൾ എവിടെയാണ് ഇന്ത്യയിൽ എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. പഴയ പിൻകോഡിൽ 6 ഡിജിറ്റ് ആണെങ്കിൽ ഇവിടെ 10 ഡിജിറ്റ് ഉണ്ട്, ആൽഫ ന്യൂമറിക്കാണ്. അതിനകത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ഇൻഫർമേഷൻ ഉൾപ്പെടെയുണ്ട്. അത് കാരണം ആർക്കെങ്കിലും നമ്മൾ ഈ ഡിജി പിൻ കൊടുത്താൽ നമ്മളിരിക്കുന്ന സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് വരുന്നതിന് ഒരു പ്രയാസവും ഇല്ല. നമ്മുടെ ഈ ഡിജി പിൻ എന്ന് പറഞ്ഞ സംവിധാനം ആക്ച്വലി നമ്മുടെ വീടുകൾക്ക് മാത്രമൊന്നുമല്ല, നമ്മളൊരു ഗ്രൗണ്ടിൽ കറക്റ്റായിട്ടൊരു പൊസിഷൻ മാർക്ക് ചെയ്യുന്നതിന്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഗോൾ പോസ്റ്റ് മാർക്ക് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മളൊരു കാട്ടിനുള്ളിൽ നമുക്കൊരു സംവിധാനമുണ്ട് അതിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നതിന്, കടലിൽ പോകുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒരു ഷിപ്പ് മറിഞ്ഞ, അല്ലെങ്കിൽ ഇന്ന് പുതിയൊരു ഷിപ്പ് തകരാറിലെത്തിയിട്ടുണ്ട്, കത്തിയിട്ടുണ്ട്. മറ്റേ കൊച്ചിക്കടുത്താണെങ്കിൽ ഇത് ബേപ്പൂരിനടുത്ത്. അത്തരത്തിൽ ആ ലൊക്കേഷൻസ്, ഒരു കടലിലെ കൃത്യമായ ലൊക്കേഷൻ മാർക്ക് ചെയ്യുന്നതിന്. അങ്ങനെ പണ്ട് നമുക്കൊരു പിൻകോഡ് വെച്ച് ഒരിക്കലും മാർക്ക് ചെയ്യാൻ കഴിയാത്ത സംവിധാനങ്ങളെല്ലാം മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഡിജി പിന്നിൽ പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ പലപ്പോഴും പിൻകോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഗ്രേപ്സ് വളരെ വർഷങ്ങളായിട്ട് തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പിൻകോഡ് ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇന്ന് ഇന്ത്യയിൽ ആദ്യമായി ഒരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ ഡിജി പിൻ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രേപ്സ് ആണ്. അങ്ങനെ ഡിജി പിൻ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഒരു ട്രബിളിലെത്തി അവിടെ നിന്ന്, ഇപ്പോൾ ഹോം കെയർ ഒക്കെ വളരെ അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ പേഷ്യൻ്റ് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, എക്സാക്ട്ലി ഫ്ലാറ്റിൻ്റെ ഏത് പൊസിഷനിലാണെന്ന് വരെ അറിയാൻ കഴിയുന്ന അവസ്ഥയിലാണ് നമ്മുടെ പുതിയ പിൻകോഡ്, ഡിജി പിൻ എന്ന് പറഞ്ഞ പിൻകോഡ്. ഇനി നമുക്കൊരു ഡൗട്ട് ഉണ്ടാകാം, ഇത് എങ്ങനെ റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന്. ഒരു കുഴപ്പമില്ല. വെറുതെ ഡിജി പിൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ പോയിട്ട് മൈ ഡിജി പിൻ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് മൈ ഡിജി പിൻ ബട്ടണിൽ കൂടെ നമുക്ക് പോയി നമ്മളുടെ പിൻകോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓർക്കണേ, നമ്മുടെ ഓഫീസിൻ്റെ പിൻകോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫീസിലിരുന്നുകൊണ്ട് ആ പൊസിഷനിലാണ് എടുക്കേണ്ടത്. വീട്ടിലെ പിൻകോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ തുടർന്ന് ഉള്ള ഹെൽത്ത് കെയറിൻ്റെ സപ്പോർട്ടിലൊക്കെ വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സംവിധാനമാണ്. ഇസ്രോയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും IITയും ചേർന്നുകൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന അതിമനോഹരമായൊരു സംവിധാനമാണ് ഡിജി പിൻ. നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിളിൽ കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്തോളൂ. നിങ്ങളുടെ വീടിരിക്കുന്ന ലൊക്കേഷൻ്റെ ഓഫീസിൻ്റെയൊക്കെ പിൻകോഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇത് ഹെൽത്ത് കെയറിൽ ഗ്രേപ്സിൻ്റെ SOS ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഡിജി പിൻ ബേസ്ഡ് ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്.